ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സേവ് ദ ഡേറ്റ് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതും അതുപോലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ ഇതിൽ ഞാൻ സേവ് ദ ഡേറ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഓരോ ഷോർട്സ് എടുക്കുന്നതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എഡിറ്റിങ് കാണിച്ചിട്ടില്ല. എഡിറ്റിംഗ് വീഡിയോ കൂടി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊരു ലക്ഷറി തീമിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻസ്റ്റ പോയി നോക്കിയാൽ മതി. ഇതിൽ നമുക്ക് സോങ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ അധികവും പുറത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത്. എന്താ വെച്ചെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലൊരു വീഡിയോ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് വെച്ച് വീഡിയോ ആണെങ്കിലും ഫോട്ടോസൊക്കെ ആണെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു ബിസിനസ്സിൽ മെയിനായിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ക്ലാരിറ്റി വേണം എന്നുള്ളതും അതുപോലെ നല്ല അട്രാക്റ്റീവ് ആവണം എന്നുള്ളതും നിർബന്ധമാണ്. അപ്പോൾ നല്ല ലൈറ്റുള്ള സ്ഥലം നോക്കി നിങ്ങൾ ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും സെലക്ട് ചെയ്യുക. എൻ്റെ സൗണ്ട് ചെറുതായിട്ട് ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ജസ്റ്റ് ഒരു കോൾഡൊക്കെ ആയിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ല ലൈറ്റുള്ള സ്ഥലം നോക്കി അവിടെ ചെയർ വെച്ചിട്ട് ഇതുപോലെ ഫർ ക്ലോത്തൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ നമുക്ക് നല്ല ലൈറ്റുള്ള സ്ഥലമാകുമ്പോൾ വീഡിയോയും അത്രയും നല്ല പെർഫെക്റ്റായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് വീടിൻ്റെ ഒക്കെ ഉള്ളിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ലൈറ്റ് പ്രോബ്ലം എന്തായാലും ഉണ്ടാവും. ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുത്താലും ആ ഒരു നാച്ചുറൽ ലൈറ്റിൻ്റെ ഒരു ക്ലാരിറ്റിയോ ഒരു അട്രാക്ഷനോ ഒന്നും കിട്ടുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഏറ്റവും നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഇതൊരു ലക്ഷറി തീമിലാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡ് ബ്ലാക്കിലൊക്കെയാണ് കാർഡ് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതും അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ ആണ്. ആ ഒരു കാർഡാണെങ്കിലും അത്യാവശ്യം നല്ല റേറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ സേവ് ദ ഡേറ്റ് ഏതെങ്കിലും ഒരു തീമിലാണ് ചെയ്യുന്നതെങ്കിൽ മൊത്തം ഒന്ന് ആ ഒരു തീമിലുള്ള ഐറ്റംസ് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ ഗോൾഡ് തീമിലാണ് ചെയ്യുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ആ ഒരു ബോക്സിൽ ജസ്റ്റ് ഒന്ന് കാർഡ് വെച്ച് നോക്കി, പക്ഷെ അത് അത്ര മാച്ച് ആവുന്നില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് പിന്നെ ആ ഒരു സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് കളേഴ്സിലുള്ള സാറ്റിൻ ക്ലോത്ത് വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും കാണുന്നവർക്കും ഒരു ബോറാവാത്ത രീതിയിൽ നമുക്ക് പിക്കൊക്കെ ഒന്ന് നല്ല അട്രാക്റ്റീവായിട്ട് എടുക്കാൻ പറ്റും. എപ്പോഴും ഒരേ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ ജസ്റ്റ് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ ഉപയോഗിച്ച മെറ്റീരിയലും അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് സേവ് ദ ഡേറ്റ് വീഡിയോ ഒക്കെ റേറ്റ് ഇടുമ്പോഴും ആ ഒരു മെറ്റീരിയൽ എമൗണ്ടൊക്കെ കവറാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു റേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു മിററിന് തന്നെ 900 റുപ്പീസ്. അതുപോലെ ആ ഒരു മെറ്റൽ ഹാങ്ങിങ് അതൊക്കെ 800. അങ്ങനെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് കേട്ടോ വരുന്നുള്ളത്. അതുപോലെ അതിലുപയോഗിച്ച ബാക്കി കുറച്ച് ഐറ്റംസ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, പിന്നെ സൗദിയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല റേറ്റിൻ്റെ മെറ്റീരിയൽസ് ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് തീമിലാണോ ചെയ്യുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ റെഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾമോസ്റ്റ് റെഡ് കളറിൽ തന്നെ വരാൻ നോക്കുക. മീൻസ് 90% റെഡ് കളറിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഫുൾ റെഡായി കഴിഞ്ഞാലും ബോറായിരിക്കും. അപ്പോൾ ഒരു 90% ആ ഒരു തീമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ നോക്കുക.
പിന്നെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചെങ്കിൽ ക്രാഫ്റ്റേഴ്സിന് മാത്രമല്ല കസ്റ്റമേഴ്സ് കാണുകയാണെങ്കിൽ അവർക്കും കൂടി മനസ്സിലാവും എന്താണ് സേവ് ദ ഡേറ്റ് വീഡിയോക്ക് ഇത്ര റേറ്റ് വരുന്നുള്ള എന്നുള്ള കാര്യം. ബിക്കോസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാൻ തന്നെ എടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലേക്ക് വേണ്ട ഐറ്റംസ് സംഘടിപ്പിക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഷോർട്സ് മാത്രമേ ഞാൻ എടുക്കുന്നത് കാണിക്കുന്നുള്ളൂ. ഞാൻ സിനിമാറ്റിക് മോഡിലിട്ടിട്ടാണ് കേട്ടോ എടുക്കുന്നുള്ളത്. അതും ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് എടുക്കാൻ നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ കസ്റ്റമർ ആണെങ്കിലും അവർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഒരു സേവ് ദ ഡേറ്റ് വീഡിയോക്ക് പിന്നിലുള്ള എഫേർട്ട് എത്രമാത്രം ഉണ്ടെന്ന്. ജസ്റ്റ് കാണുമ്പോൾ 30 സെക്കൻഡ് വീഡിയോ ആണെങ്കിലും അതിൻ്റെ പിന്നിൽ എത്രയോ ഷോർട്സൊക്കെ എടുത്തിട്ടാണ് ജസ്റ്റ് ആ ഒരു കാണുന്ന രീതിയിലേക്ക് എത്തുന്നുള്ളത്. വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ മാക്സിമം സ്ലോ മോഷനിൽ തന്നെ എടുത്ത് നല്ല സ്മൂത്തായി എടുക്കാൻ ശ്രദ്ധിക്കുക. അധികം ഷെയ്ക്കൊന്നും ചെയ്യാതെ നല്ല സ്മൂത്തായിട്ട് എടുത്താൽ തന്നെ നമുക്ക് എഡിറ്റിങ്ങും അത്ര ചെയ്യണമെന്നില്ല. അല്ലാതെ തന്നെ വീഡിയോ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ എഡിറ്റിങ്ങും കൂടി വരുമ്പോൾ നല്ല അടിപൊളിയായി കിട്ടും. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ക്യാൻഡിൽസൊക്കെ അതിലൊന്ന് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പം ജസ്റ്റ് ഷോർട്സൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. കുറച്ച് ഐഡിയാസ് എന്തായാലും കിട്ടാതിരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡ് പ്ലാക്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. എന്താണെന്ന് വെച്ചാൽ അതൊരു മിറർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ ബാക്കിയുള്ള മീൻസ് മിറർ പോലെ കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം വീഡിയോസ് എടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മളെ ഫേസോ അല്ലെങ്കിൽ ഫോണോ ഒക്കെ അതിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും ആ ഒരു വീഡിയോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അതുപോലെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളതാണല്ലോ മിറർ വെച്ചെടുക്കുന്നത്. ആ ഒരു ടൈമിലും മിററിൽ കാണുന്നത് എന്താണെന്നുള്ളത് കൂടി ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം നമുക്ക് ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഇനി നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ അത് ചെയ്യുന്നതാണ്. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.